എല്ലാവർക്കും BLO ചാനലിലേക്ക് നമസ്കാരം. ഇന്ന് നമ്മുടെ പീബാക്ക് എപ്പിസോഡ് 10 ഫൈനൽ എപ്പിസോഡാണ് നമ്മൾ കാണാൻ പോകുന്നത്. എനിക്കറിയില്ല ഇതിന് ശേഷം ഇനിയുള്ള സാറ്റർഡേസ് ഞാൻ എങ്ങനെയാണ് സർവൈവ് ചെയ്യുക എന്നുള്ളത്. ബിക്കോസ് അത്രയും ഞാൻ അഡിക്റ്റഡ് ആയിട്ടുള്ളൊരു സീരീസ് ആയിരുന്നു പേ ബാക്ക് ദ സീരീസ്. അപ്പോൾ നമുക്ക് നോക്കാം. 9th എപ്പിസോഡിൽ നമ്മൾ അവസാനം കണ്ടിരുന്നു നമ്മുടെ പീസൺ ഭയങ്കരമായിട്ട് മുറിവേൽക്കുകയും പിന്നെ അവസാനം കത്തി കൊണ്ട് കുത്തി അവനവിടെ വീഴുകയാണ്. ആ നേരത്ത് ജയ് വിളിക്കുന്നുണ്ടെങ്കിലും അവൻ ആ ഫോൺ എടുക്കുന്നില്ല. സ്കൈ ആണെങ്കിൽ തൊട്ടടുത്തുണ്ട്. ദെൻ നമ്മൾ ഈ എപ്പിസോഡിൽ നമ്മൾ തുടക്കത്തിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സണ്ണ് പണ്ട് നമ്മുടെ സ്കൈനെ സ്വന്തം ബ്രദറിനെ വെയിറ്റ് ചെയ്ത് നിന്നിരുന്ന അതേ സ്ഥലത്ത് അവൻ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ആ സിഗരറ്റ് നിലത്തിടുമ്പോഴത്തേക്കും ദേ സ്കൈ അവിടെ വരുന്നു. അപ്പോൾ സൺ പറയാണ്, "ഓ നീ വന്നോ, ഞാൻ നിനക്ക് വേഗം കാശ് ഒപ്പിച്ച് തരാമെന്ന് പറയാണ്." അപ്പോൾ സ്കൈ പറയാണ്, "പീസൺ എനിക്ക് ഓൾറെഡി കാശ് തന്നില്ലേ?" ചോദിക്കുകയാണ്. അപ്പോൾ സ്കൈക്ക് സണ്ണിന് മനസ്സിലാവുന്നില്ല. അപ്പോൾ വീണ്ടും നോക്കി നിൽക്കുമ്പോൾ സ്കൈ പറയും, "നീ എന്തിനാ എപ്പോഴും ഞങ്ങളെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്? എങ്ങനെയുണ്ട് ഇപ്പം നിൻ്റെ റിവെഞ്ച് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ വീണ്ടും സണ്ണൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ അവൻ പറയും, "ഓ നിൻ്റെ റിവെഞ്ച് ഒന്നും ശരിയായിട്ട് നടക്കുന്നില്ല അല്ലേ? അതാ ഞാൻ പറയുന്നത്, നീ അവിടെ തന്നെ ജീവിക്കണം. നീ വെറുതെ ഞങ്ങളെ വിളിച്ച് ഇവിടേക്ക് ഇങ്ങനെ വരാൻ നിൽക്കരുത്. നീ സന്തോഷമായിട്ട് അവിടെ ജീവിക്കണം" എന്ന് പറയും. അപ്പോഴത്തേക്കും വീണ്ടും സണ്ണ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. സ്കൈ അവിടുന്ന് സൈഡിലൂടെ പോകുന്നു. അവിടെ നോക്കുമ്പോഴേ അവൻ്റെ അമ്മയും നിൽക്കുന്നുണ്ട്. അങ്ങനെ അമ്മയും സ്കൈയും നോക്കി നിൽക്കുമ്പോഴത്തേക്കും സണ്ണ് ഇങ്ങനെ അമ്മ എന്ന് വിളിച്ച് കരയാണ്. അത്രയും നാളത്തെ അവൻ്റെ എല്ലാ സങ്കടവും കൂടി അവൻ പൊട്ടിക്കരയാണ്. സോ അങ്ങനെ കരഞ്ഞുകൊണ്ട് പെട്ടെന്ന് ദേ ഹോസ്പിറ്റലിൽ റൂമിൽ അവൻ പെട്ടെന്ന് ബോധത്തിലേക്ക് വരികയാണ്. അത് കാണുമ്പോഴത്തേക്കും നമ്മുടെ കാജോണും സ്കൈയും കൂടി ഓടി വന്നിട്ട് അവനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാജോൺ പേടിക്കുകയാണ്. "നിനക്ക് ഞങ്ങൾ ഓർമ്മയുണ്ടോ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സണ്ണിന് ഓർമ്മ വരികയാണ്. സൺ പറഞ്ഞു, "ഓ എനിക്കറിയാം, എൻ്റെ മാനേജർ." അപ്പോൾ സ്കൈ പറയും, "താങ്ക് യു, അത്രയും സ്നേഹമുണ്ട്, എന്നെ ഇത്രയും രക്ഷിക്കാൻ വന്നില്ലേ?" എന്നൊക്കെ ചോദിക്കുകയാണ്. "ഇല്ലെങ്കിൽ എന്താവുമായിരുന്നു?" ചോദിക്കുമ്പോൾ ഇവൻ പറയാണ്, "ഒന്നും ആവില്ലായിരുന്നു, ഇതിനെല്ലാറ്റിനും കാരണം ഞാൻ തന്നെയാണെന്ന്" പറയാണ്. അപ്പോൾ കാജോൺ പറയാണ്, "ദയവ് ചെയ്തിട്ട് നീ ഇനിയെങ്കിലും ഇങ്ങനത്തെ അപകടങ്ങളിലേക്കൊന്നും ചെന്ന് പെടരുതെന്നൊക്കെ അവന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ അവർ സണ്ണിനെ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് ദേ അവൻ്റെ പണ്ടത്തെ അവൻ ഡെലിവറി ചെയ്യാൻ പോയിരുന്ന സ്ഥലത്ത് അവൻ്റെ ബോസ് പോങ്ങ് വരികയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും അവന് ബിയറൊക്കെ കൊണ്ടാണ് വരുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും അത് വേഗം നമ്മുടെ കാജോൺ വാങ്ങിച്ചു വയ്ക്കും, അവനിപ്പോൾ കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു രസകരമായിട്ടുള്ള പിടിവിലിയാണ് ആ ബിയർ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവസാനം കാജോൺ അത് വാങ്ങിച്ചു വയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ സൺ ചോദിക്കുകയാണ്, "നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി?" ചോദിക്കുമ്പോൾ നമ്മുടെ ബോസ് പറയാണ്, "നീ എന്ത് വിചാരിച്ചു? നീ മറ്റുള്ളവർക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടു, അവർക്ക് വേണ്ടിയിട്ടും കൂടി നീ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നിന്നെ ആരും ഓർക്കില്ല എന്നാണോ വിചാരിക്കണേ? അവരിത് നിനക്കുള്ള ഗിഫ്റ്റൊക്കെ തന്നിട്ടെന്ന് പറഞ്ഞിട്ട് കുറേ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. എന്നിട്ട് പറയും, 'ഇത് സൂക്ഷിച്ചെടുത്ത് വെച്ചോളൂ കേട്ടോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവർ ഇത് കട്ടെടുക്കും' എന്ന് പറയും. അത് നമ്മുടെ കാജോണിനെയാണ്. അങ്ങനെ അത് ഭയങ്കര തമാശയായിട്ട് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ പോങ് അവിടുന്ന് പോകുന്നു. അപ്പോഴേ വാതിലിൻ്റെ അവിടെ വേറെ ആൾ നിൽക്കുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ പണ്ടത്തെ ഇവൻ്റെ ലോൺ ഷാർക്കായിട്ടുള്ള ആളുണ്ടല്ലോ, ബോസ്, അയാളാണ് സിയ. അപ്പോഴത്തേക്കും നമ്മുടെ കാജുവൽ ചോദിക്കുന്നത്, "നിങ്ങൾ ആരാന്നൊക്കെ" ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്കൈ വേഗം, അങ്കിൾ വന്നോലേ, അങ്കിളാണ് ഞങ്ങളെ രക്ഷിച്ചതെന്നൊക്കെ പറയും. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമാവും, പ്രത്യേകിച്ച് സണ്ണിന്. എന്നിട്ട് കാജോണും സ്കൈയും കൂടിയിട്ട് അവരെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ നോക്കും. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഈ ബോസ് പറയും നമ്മുടെ കാജോണിനോട്, "ഏതെങ്കിലും പുതിയ സിനിമയിൽ അഭിനയിക്കാൻ അവസരം വന്നു കഴിഞ്ഞാൽ എന്നെ വിളിച്ചോളൂ" എന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ കാജോണിന് പോകാൻ കാണണം, ഒരെണ്ണത്തിനെ തന്നെ എടുത്തതേ ഇപ്പം പുലിവാലായിട്ട് ഇരിക്കണേ എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്. സൺ ചോദിക്കും, "എന്തിനാ നിങ്ങൾ എന്നെ രക്ഷിച്ചേ?" ചോദിക്കും. അപ്പോൾ ആൾ പറയും, "ഓ ആ സിയാജോ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വേഗം അവിടേക്ക് വന്നതാന്ന്" പറയും. അപ്പോൾ സണ്ണിന് അത്ഭുതമാവും, "ഏത് ആലീസിലെ സിയാജോയോ?" അപ്പോൾ പറയും, "ആ പിന്നെ അവൻ എൻ്റെ ബ്രദറല്ലേ" എന്ന് പറയും. അപ്പോഴാണ് വീണ്ടും ദേ ട്വിസ്റ്റുകൾ വരുന്നത്. ബ്രദർ എന്ന് പറയുമ്പോഴത്തേക്കും അവർ ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പോൾ ചെറുപ്പത്തിലേ ഭയങ്കര ഫ്രണ്ട്സൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവനെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചതും, ഇവൻ ഇതിന് മുമ്പ് എന്തായിരുന്നു, ഇവൻ്റെ കൂടെ എങ്ങനെ വർക്ക് ചെയ്തിരുന്നത്, അതിന് ശേഷം ഇവന് എന്താ സംഭവിച്ചതെന്നൊക്കെ ജയ് അറിഞ്ഞതും ഈ പറയുന്ന സിയാജോ വഴിക്കാണ്. അപ്പോൾ ഇയാൾ പറയാണ്, "സിയാജോ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് നിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവൻ ഭയങ്കര പൊട്ടിക്കരച്ചിലായിരുന്നു, ഭയങ്കര ഓവർ ഡ്രമാറ്റിക്കാണ് സിയാജോ" എന്നൊക്കെ പറയും. എന്നിട്ട് പറയും, സൺ പറയും, "ഓ അപ്പം ഞാൻ ഇനി വീണ്ടും കടപ്പെട്ടിരിക്കുന്നു അല്ലേ?" ചോദിക്കുമ്പോൾ സിയ പറയും, "ഏയ് ഇല്ല, ഇത് ഞാൻ ആഗ്രഹിച്ചിട്ട് നിന്നെ രക്ഷപ്പെടുത്തിയതാണ്, അതുകൊണ്ട് നീ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല" എന്ന് പറയും. അപ്പോൾ അവൻ ഭയങ്കര താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് പറയും, "ശരി, അപ്പോൾ അന്ന് നിങ്ങൾ വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന്" ചോദിക്കും. അങ്ങനെ നമ്മുടെ സിയ കഥ പറയുകയാണ്. സിയ അവിടെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വരുവാണ്. സിയാജോ വിളിച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും അവിടെ അവനെ വലിച്ചു കൊണ്ടുപോവുകയാണ് ആ വില്ലൻ.
അങ്ങനെ ഇവർ ചെല്ലുന്നു, അവനെ അടിച്ചിടിച്ച് വീഴ്ത്തുന്നു. അപ്പോഴത്തേക്കും സ്കൈക്കും ചെറുതായിട്ട് ബോധം വന്നിട്ടുണ്ട്. അങ്ങനെ അവനവിടെ കിടക്കുമ്പോൾ നടന്നു വരുന്ന ആൾ വേറെ ആരുമല്ല, നമ്മുടെ ജയ് ആണ്. അപ്പോൾ മനസ്സിലായല്ലോ, ഫൈനലി ജയ് ആണ് അവനെ അവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ഇതേ രാത്രിയായി, ഇതേ ഒരു ഹോസ്പിറ്റലിലെ റൂമിൽ ഒരാൾ ദേ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഗ്ലാസ്സിനെയും ചാരിയിട്ട്. വേറെ ആരുമല്ല, നമ്മുടെ ജയ് ആണ്. അപ്പോൾ സണ്ണ് നോക്കുമ്പോഴത്തേക്കും ജയ് അവിടെ നിൽക്കുന്നത് കാണും. അപ്പോൾ വേഗം അവൻ എഴുന്നേറ്റ് ജയ് എന്ന് വിളിക്കും. അപ്പോൾ അവൻ പ്രത്യേകിച്ചൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ പറയും, നീ എന്നോട് ദേഷ്യത്തിലാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ജയ് വന്നിട്ട് അവൻ്റെ അടുത്ത് വന്നിരിക്കും. എന്നിട്ട് പറയും, ഇപ്പം എനിക്ക് മനസ്സിലായി നീ അന്ന് എന്തുകൊണ്ടാണ് ആ സൂയിസൈഡ് സീൻ അങ്ങനെ ചെയ്തതെന്നുള്ളത്. നിനക്ക് നിൻ്റെ ലൈഫ് റിസ്കിൽ വരുത്തണം, നിനക്ക് മരിക്കണം, അത് മാത്രമേ ഉള്ളൂ. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു നീ നിൻ്റെ ലൈഫിൽ ഫോക്കസ് ചെയ്യാൻ. എന്നിട്ടും നീ മരണം തന്നെയാണ് വരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഞാൻ നിന്നെ 30 തവണ വിളിച്ചു, എന്നിട്ടും എൻ്റെ കോള് പോലും എടുക്കാതെ നീ എന്നെയും മരണത്തെയും ഒപ്പം നിർത്തിയപ്പോൾ നീ മരണത്തെയാണ് വരിച്ചത്. എന്നെ നീ വേണ്ടാന്ന് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അപ്പോഴത്തേക്കും ജയ് പറയും, അങ്ങനെയല്ല എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ജയ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ല, നീ വേണം എന്ന് വെച്ചിട്ട് മരിക്കാൻ ശ്രമിച്ചതാണ്, നിനക്ക് ഗിൽറ്റാണ്, നിൻ്റെ അമ്മയും ബ്രദറിനെയും കൊണ്ട് നീയാണെന്നുള്ള ഒരൊറ്റ ഗിൽറ്റ് കൊണ്ടാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ നീ ഇനി ഒന്നുകൂടി ഗിൽട്ട് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം അവൻ കത്തിയെടുക്കും ജയ്. അപ്പോഴത്തേക്കും നമുക്ക് പേടിയാവും കേട്ടോ. അപ്പോൾ സൺ പറയുന്നുണ്ട്, ജയ് പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്കുന്നൊക്കെ പറയും. പക്ഷേ ജയ് കേൾക്കാൻ നിൽക്കില്ല. കത്തി അവനെ കൊണ്ട് ബലമായിട്ട് സണ്ണിൻ്റെ കയ്യിൽ പിടിപ്പിച്ചിട്ട് അവൻ്റെ ജയുടെ കൈയിൻ്റെ ഞരമ്പ് മുറിപ്പിക്കും. അത് വേറൊന്നിനുമല്ല. എന്നിട്ട് ജയ് പറയും, ഇപ്പം എന്ത് തോന്നുന്നു നീ ഒരാളെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ എന്ന് ചോദിക്കും. അതായത് ജയനെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള ഒരൊറ്റ കുറ്റബോധത്തിലെങ്കിലും നമ്മുടെ സണ്ണ് ജീവിക്കണം എന്നൊരൊറ്റ ആഗ്രഹമാണ് ജയിനുള്ളത്. പക്ഷെ അതോടുകൂടി ജയ് അവിടെ ബോധം കെട്ട് സണ്ണിൻ്റെ മേലേക്ക് വീഴുകയാണ്. അപ്പോൾ സണ്ണാണെങ്കിൽ സോറി സോറി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയും എപ്പിസോഡ്സിലേറ്റ് ഏറ്റവും കൂടുതൽ ജയയുടെ പേര് സൺ വിളിച്ചത് ഈ ഒരു സീനിലാണ്. അങ്ങനെ ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള സീനാണ് കേട്ടോ അത്. പിറ്റേ ദിവസം നമ്മുടെ സണ്ണ് അവൻ്റെ സാമഗ്രികളൊക്കെ കൂടി കൊണ്ട് നടക്കുവാണ്. നേരെ ജയനെ കാണാൻ വേണ്ടിയിട്ട് റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ജയനെ കാണാനില്ല. പെട്ടെന്ന് ദേ നമ്മുടെ സിയ വരുന്നുണ്ട് ബാത്റൂമിൽ നിന്ന്. എന്നിട്ട് സിയ പറയണം, ഓ നീ എൻ്റെ ജയനെ കാണാൻ വന്നാലേ എന്നൊക്കെ പറയും. എന്നിട്ട് പറയും, ജയ് ഒരു അർജൻറ്റ് കാര്യമായിട്ട് പോയതാണ്, പിന്നെ ഡോക്ടർ പറഞ്ഞു വലിയ മുറിവൊന്നും അല്ലാന്ന്, അതുകൊണ്ട് അവൻ പോയതാണ്, തിരിച്ചു വരും, പേടിക്കണ്ട. പിന്നെ ഡോക്ടർ അവനൊരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു, അത് അവനെ തന്നെ കൊല്ലാൻ ശ്രമിച്ചത് അവൻ്റെ ബോയ് ഫ്രണ്ടിന് വേണ്ടിയിട്ടാന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ സണ്ണിന് ചിരി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സണ്ണ് പറയും, പക്ഷെ അവന് നല്ലൊരു സൈക്യാട്രിസ്റ്റിന് ആവശ്യമാണ് ജയിക്ക് എന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ സിഹ വീണ്ടും കളിയാക്കും, ഓ ഓ ഓ അപ്പോൾ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞത് നിനക്ക് കുഴപ്പമില്ലാതെ ചോദിക്കും. അപ്പോൾ നമ്മുടെ സണ്ണിന് വീണ്ടും നാണാവും കേട്ടോ. അത് അങ്ങനെയല്ല എന്നൊക്കെ പറയും. അപ്പോൾ ജയ പറയും, ഓ നീ എന്തായാലും അവൻ്റെ ത്രിബഹത്ത് തന്നെ എന്ന് പറഞ്ഞിട്ട് ത്രിബഹത്ത് എന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കും. ഫൈനലി അപ്പോൾ സണ്ണ് ഭയങ്കര നാണാവും കേട്ടോ. എന്നിട്ട് ജയ പറയും, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ മരിച്ചില്ലല്ലോ എന്നുള്ള ഒറ്റ സന്തോഷമാണ്. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഫാമിലി അല്ലേ. അപ്പോൾ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹം വേണ്ടേ. അപ്പോൾ നീ അവനോട് പൊറുക്കണം, എൻ്റെ അനന്തരവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുക എന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും സണ്ണ് വീണ്ടും ഭയങ്കര ഹാപ്പിയാവും. കാരണം ആ ഫാമിലി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ വീണ്ടും അവൻ ആ ഫാമിലിയിൽ എത്തിയ പോലെ തോന്നും. അങ്ങനെ സിയ പറയും, എന്തായാലും നീ ഇവിടെ നിൽക്ക്, എനിക്ക് പോകേണ്ട കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പോവും. അപ്പോഴേക്കും ആ ബോഡി ഗാർഡ് അങ്കിൾ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആൾ പറയും, നീ എന്നോട് നുണ പറയണ്ടായിരുന്നു, അത് കാരണം എൻ്റെ ഗിൽറ്റ് ഫീൽ കൂടുതലേ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അവൻ സോറി പറയുന്നുണ്ട്. പെട്ടെന്ന് ഫോണിൽ ഒരു സൂം മീറ്റിങ്ങിനുള്ള ലിങ്ക് വരികയാണ്. അതെന്തിനുള്ളതെന്നുള്ളത് ഭയങ്കര ട്വിസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് ഡ്രീം എൻ്റർടൈൻമെൻറ്റിൻ്റെ കോൺഫറൻസ് ഹാളാണ്. അവിടെ എല്ലാവരും വന്നിട്ടുണ്ട് മീറ്റിങ്ങിന്. അവിടേക്ക് സോങ് പോളും വരികയാണ്. അപ്പോൾ അയാൾ വലിയ അധികാരത്തിൽ തന്നെ വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ ചർച്ചകൾ തുടങ്ങുകയാണ്. അപ്പം നമ്മുടെ കോങ്ക്യാക്ക് അവിടെ ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ്. കോങ്ക്യാക്ക് പറയാണ്, കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ കമ്പനി ഭയങ്കര ഇമ്പ്രൂവ്ഡ് ആയിട്ട് വരുന്നുണ്ട്, പക്ഷേ ഫണ്ടിങ് ഇല്ല. പക്ഷേ ഫണ്ടിങ് തരാൻ നമ്മുടെ സോങ് പോൾ റെഡി ആവുകയാണ്. അപ്പോൾ സോങ് പോളിൻ്റെ കമ്പനിയും നമ്മുടെ കമ്പനിയും കൂടി ചേർന്ന് വേണം ഇനി മുന്നോട്ട് പോകാൻ, ഡ്രീം എസ് പി എന്ന് പറഞ്ഞിട്ടെന്ന് പറയും. അപ്പോഴത്തേക്കും കുറേ പേര് അപ്രൂവ്ഡ് ആവും. എന്നിട്ട് പറയും, ശരിയാണ്, ഡയറക്ടർ ആദ്ര റിമൂവ് ചെയ്തല്ലോ, എന്തായാലും നന്നായി. അവൻ കുറേ ആയിട്ട് നമുക്ക് നമ്മുടെ പല പ്ലാനുകളിലും ഇൻവെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവൻ റാൻഡമായിട്ടുള്ള കുറേ പ്രൊജക്റ്റിന് ഏതൊക്കെയോ ലേഡി ഡയറക്ടേഴ്സിന് വരെ കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെറുതെ പ്രൊജക്റ്റുകൾ നടത്തുകയാണെന്ന് പറയും. അതായത് നമ്മുടെ സ്കൈനെ വെച്ച് നടത്തുന്ന പ്രൊജക്റ്റിനെയാണ് പറയുന്നത്. അങ്ങനെ പലരും പല ആർഗ്യുമെൻറ്റിലും വരുവാണ്. അവൻ്റെ ഇഷ്ടത്തിനാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ കോങ്ക്യാക്ക് പറയും. അങ്ങനെ ഫൈനലി നമ്മുടെ കോങ്ക്യാക്ക് പറയും, എനിക്ക് മനസ്സിലായി എല്ലാവരുടെയും ഫ്രസ്ട്രേഷൻ, എന്തായാലും നമുക്കൊരു വോട്ടിംഗ് നടത്താം. ആരൊക്കെയാണ് നമ്മുടെ ആർത്തറിനെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യണമെന്ന് പറയുന്നതെന്ന് പറയും. അപ്പോൾ അങ്ങനെ കുറേ പേര് കൈപ്പൊക്കും. പക്ഷെ ചിലവരപ്പോഴും ആർത്തറിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരാണ്. അങ്ങനെ ഒത്തിരി പേര് അവിടെ കൈപ്പൊക്കുന്ന സമയത്ത് ദേ പെട്ടെന്ന്
വാതിൽ തുറന്ന് ആര് വരുന്നു? നമ്മുടെ സ്വന്തം ഡയറക്ടർ ആർതർ വരുന്നു. അങ്ങനെ ഈ വരുന്ന സമയത്ത് നമ്മുടെ സണ്ണാണെങ്കിൽ അവിടെ ലാപ്ടോപ്പിൽ വേഗം നമ്മുടെ ബോഡി ഗാർഡ് കാണിച്ചു കൊടുക്കുന്നുണ്ട് സൂം മീറ്റിംഗ് ഒക്കെ ഓപ്പൺ ആക്കിയിട്ട്. അപ്പോൾ ഈ സൂം മീറ്റിംഗ് ഏതിൻ്റെയാണെന്ന് മനസ്സിലായല്ലോ, ഈ മീറ്റിങ്ങിൻ്റെ ആയിരുന്നു. അങ്ങനെ ബോഡി ഗാർഡ് പറയാണ് പലപ്പോഴും ജയ് പല സ്വഭാവമാണ് കാണിക്കുന്നത് എന്നൊക്കെ പറയാണ്. അപ്പം സൺ അയാൾ ചോദിക്കുമ്പോൾ പറയാണ് എങ്ങനെയാണ് ഞാൻ ജയിനെ സണ്ണിൻ്റെ അറിയുന്നതെന്ന്. അമ്മയുടെ ബോഡി ഗാർഡായിരുന്നു. ഒത്തിരി നാൾ ഞാൻ പവനിയുടെ കൂടെ വർക്ക് ചെയ്തു. പക്ഷേ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. ഒരു രാത്രി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു പവനി. പക്ഷേ പെട്ടെന്ന് എനിക്കൊരു പാഴ്സൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു കോൾ വന്നപ്പോഴത്തേക്കും ഞാൻ വേഗം താഴത്തേക്ക് പോയി. അതെനിക്ക് പറ്റിയ തെറ്റായിരുന്നു. ഞാൻ വരുമ്പോഴത്തേക്കും പിന്നെ കാണുന്നത് താഴെ പവനി മരിച്ചു കിടക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ആരുമില്ലാന്ന് തോന്നിയപ്പോഴത്തേക്കും വേഗം പവനി ആത്മഹത്യ ചെയ്തതാണെന്ന് പറയും. പിന്നെ ഞാൻ ജയനെ കാണുന്നത് അമ്മയുടെ മരിച്ച സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ജയ് എന്നോട് ചോദിക്കുകയാണ് നീ ഭയങ്കര ടഫാണല്ലേ എന്ന് ചോദിച്ചിട്ട് ബോഡി ഗാർഡിനെ തല്ലാൻ നോക്കുകയാണ്. ആക്ച്വലി ജയുടെ സങ്കടം മുഴുവനും കൂടി പുറത്തേക്ക് റിലീസ് ചെയ്തത് ആ ഒരു ഫൈറ്റിലൂടെയാണ്. പക്ഷെ ആ ഫൈറ്റിൽ ഈ ബോഡി ഗാർഡ് ജയനെ മലർത്തിയടിച്ച് വീഴ്ത്തും. അങ്ങനെയാണ് അവൻ്റെ കൈ ആക്സിഡൻ്റ് ആവുന്നത്. അപ്പോൾ ഓർമ്മയുണ്ടല്ലോ 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജയ് സണ്ണിനെ കാണുമ്പോൾ ജയുടെ കൈ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സണ്ണിന് മനസ്സിലാവും, ഓ അങ്ങനെയാണല്ലേ അപ്പോൾ ജയുടെ കൈ അങ്ങനെ ആയതെന്ന് ചോദിക്കും. അപ്പോൾ മനസ്സിലായല്ലോ, ആ ദിവസമാണ് അപ്പോൾ നമ്മുടെ സണ്ണിനെ ജയ് കണ്ടിരിക്കുന്നത്. ജയ് അത്രയും വിഷമിച്ച ദിവസം. അഗെയിൻ മീറ്റിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഭയങ്കര ഡിസ്കഷൻസാണ്. അപ്പോൾ ഡയറക്ടർ ആർതർ വരുമ്പോൾ കോങ്ക്യാക്ക് പറയും നിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ അവൻ പറയും എന്നെ പുറത്താക്കിയാലും എൻ്റെ 10% ഷെയർ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് ഇവിടെ ഇരിക്കാമെന്ന് പറയും. അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അപ്പം അവൻ പറയുകയാണ് എന്നെ പുറത്താക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന്. അപ്പോഴത്തേക്കും ആ ഇരിക്കുന്ന ബോർഡിലത്തെ ഒരാൾ പറയും ഡയറക്ടർ ആർദ്രയെ ഇവിടെ നിന്ന് ഒഴിവാക്കുന്ന കാര്യം നമുക്കിപ്പോൾ ഹോൾഡ് ചെയ്ത് വെക്കാം എന്ന് പറയും. അപ്പോഴത്തേക്കും കോങ്ക്യാക്ക് പറയും അതിൻ്റെ ആവശ്യമില്ല, കാരണം അവനെ നമുക്കിവിടെ ആവശ്യമില്ല, അവൻ്റെ ഷെയർ കൊണ്ടൊന്നും അവനിവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോഴത്തേക്കും സോങ് പോൾ സംസാരിക്കും. സോങ് പോൾ പറയും നീ എന്തായാലും ഇവിടെ ഉപകാരങ്ങളൊന്നും ചെയ്തു തന്നിട്ടില്ല. നീ കാരണം ഈ ഒരു ഡ്രീമിന് ഭയങ്കര നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നീ ഇവിടെ നിന്ന് പോകണം. പിന്നെ മാത്രമല്ല മെമ്മറീസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിനക്ക് ഒരു റോളും ഇല്ല മെമ്മറീസിൽ. അതിൻ്റെ കാസ്റ്റിങ്ങും ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നീ ഇവിടെ നിന്നിട്ട് യാതൊരുവിധ കാര്യങ്ങളും ഇല്ല എന്ന് പറയും. അപ്പോഴത്തേക്കും വേറൊരു പെണ്ണും ഉണ്ട് കേട്ടോ, ഒരു ലേഡി ഉണ്ട്. ആളും നമ്മുടെ ആർദറിന് എതിരായിട്ടാണ് നിൽക്കുന്നത്. നിൻ്റെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടൊന്നും ഈ കമ്പനിക്ക് യാതൊന്നും നേടാനില്ല എന്നൊക്കെ പറഞ്ഞ് അവളും വാദിക്കും. ഈ സമയത്തൊക്കെ നമ്മുടെ ഡയറക്ടർ ആർദർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഡയറക്ടർ ആർദ്ര പറയും അല്ല സോങ് പോൾ, അല്ല നിങ്ങൾ മാത്രമല്ല ആരും ഈ കോൺട്രാക്റ്റ് വായിച്ചിട്ടുണ്ടാവില്ല അല്ലേ, വായിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഫയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ എല്ലാവരും കോൺട്രാക്റ്റ് എടുത്ത് നോക്കും, കോങ്ക്യാക്കും നോക്കും. എന്നിട്ട് പറയും ഈ ഒരു മെമ്മറീസ് എന്ന് പറയുന്ന സീരീസിലെ ഒരു സോങ് ഉണ്ട്, ഫുൾ ടൈം യൂസ് ചെയ്യുന്ന സോങ്. അതിൻ്റെ ലിറിക്സും സോങ്ങും കോപ്പി റൈറ്റഡ് ആണ്. ആ കോപ്പി റൈറ്റ് നിങ്ങൾക്കുണ്ടോ ചോദിക്കും. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. എന്നിട്ട് പറയും അതിൻ്റെ കോപ്പി റൈറ്റുള്ള ഒരേ ഒരാൾ ഞാൻ മാത്രമാണ്, എൻ്റെ പെർമിഷനില്ലാതെ നിങ്ങൾക്ക് ആ സോങ് യൂസ് ചെയ്യാൻ പറ്റില്ല, ആ ലിറിക്സ് യൂസ് ചെയ്യാതെ ആ സീരീസ് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും ചോദിക്കും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മുടെ സൺ ജയ് ചെന്നിട്ട് ഇതിൻ്റെ ഓണേഴ്സിൻ്റെ മെമ്മറീസിൻ്റെ ഓണേഴ്സിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെ വളരെ അൺഫെയർ ആയിട്ടാണ് ബാക്കിയുള്ള എല്ലാവരും ട്രീറ്റ് ചെയ്തതെന്ന് എനിക്കറിയാം, പക്ഷേ ഇത് നിങ്ങളുടെ മാത്രം ഹാർഡ് വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച അതേപോലെ തന്നെ ഈ മെമ്മറീസ് നടക്കണം, അതിൻ്റെ സോങ്ങിൻ്റെ കോപ്പി റൈറ്റും വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഈ സോങ് ലിറിസിസ്റ്റ് ഉണ്ടല്ലോ ആളുടെ നിന്ന് ഇവൻ കോപ്പി റൈറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് കോപ്പി റൈറ്റ് ഇവൻ്റെ കയ്യിലാണ്. ഇപ്പോൾ ഇവൻ്റെ പെർമിഷൻ ഇല്ലാതെ മെമ്മറീസിലെ സോങ് അതിൽ പ്ലേ ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ് അവൻ അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ അവൻ്റെ എല്ലാ സ്വത്തുക്കളും വിറ്റിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയാണ് നിൻ്റെ എല്ലാ ഈ സ്വത്തുക്കളും വെക്കാൻ കാരണം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഇവൻ പറയും എനിക്കൊരു കോപ്പി റൈറ്റ് വാങ്ങിക്കണമായിരുന്നു അതുകൊണ്ടാണെന്ന് പറയും. അപ്പോൾ അച്ഛൻ ചോദിക്കും നിനക്ക് ഈ കോപ്പി റൈറ്റ് ആണോ ഇത്രയും സ്വത്തിനേക്കാളും വലുത് ചോദിക്കുമ്പോൾ അവൻ പറയും അതെ, എനിക്ക് എൻ്റെ റിവെഞ്ച് നടത്തണം, അത് എത്ര എക്സ്പെൻസീവ് ആണെങ്കിലും എന്ന് പറയും. അപ്പോൾ അച്ഛൻ പറയും നീ ശരിക്കും നിൻ്റെ അമ്മയുടെ മകൻ തന്നെയാണെന്ന് പറയും. ദെൻ വീണ്ടും മീറ്റിങ്ങിലേക്ക് വരുമ്പോൾ ജയ് പറയുന്നത് ഞാൻ ഒരിക്കലും ആ പാട്ട് നിങ്ങളെ യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല, പിന്നെ എൻ്റെ സമ്മതം കൂടാതെ നിങ്ങളത് ഉപയോഗിക്കുകയാണെങ്കിൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണ്, ഞാൻ അതിനെതിരെ കോടതിയിലേക്ക് പോകുമെന്ന് പറയും. അപ്പോഴത്തേക്ക് ആ ലേഡി പറയും നിങ്ങളുടെ പാട്ടൊന്നും ആവശ്യമില്ല, അതില്ലെങ്കിൽ നമുക്കിത് ഈ ഡ്രാമ കൊണ്ടുപോകാമെന്ന് പറയും. അപ്പോൾ സോങ് പോൾ പറയും തീർച്ചയായിട്ടും ഈ ഡ്രാമയിൽ അതേപോലത്തെ ഒരു സോങ് ഉപയോഗിച്ചാൽ പോരെ ചോദിക്കും. അപ്പോൾ വീണ്ടും ജയ് പറയും അങ്ങനെയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല, പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ആ സോങ് ഇല്ലാതെ നിങ്ങൾ ആ മെമ്മറീസ് കൊണ്ടുപോകുന്നതിനെതിരെ ഞാൻ വീണ്ടും കേസ് കൊടുക്കും, അത്
ഔട്ട്പുട്ട് എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഒത്തിരി വർഷത്തേക്ക് അത് ലേറ്റായി പോകും. എനിക്കത്ര മതി. ആ മെമ്മറീസ് ഇപ്പം അടുത്ത കാലത്തൊന്നും നിങ്ങൾ വിചാരിക്കുന്ന കാസ്റ്റിംഗ് വെച്ച് നടത്താതിരുന്നാൽ മതി എന്ന് പറയും. അപ്പോഴത്തേക്കും ആകെ എല്ലാവരും ഒരു ഡയലേമയിലായിരിക്കും. അങ്ങനെ കോങ്കിയാക്ക് പറയും കോൺട്രാക്റ്റ് എടുത്ത് നോക്കാൻ. നോക്കുമ്പോൾ എന്താ, അവിടെ അടുത്തിരിക്കുന്ന ഒരാൾ ഉറക്കെ പറയും, ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ആ സോങ് എഡിറ്റ് ചെയ്യാനോ അതുപോലെയുള്ള വേറൊരു സോങ് കയറ്റാനോ അവകാശമില്ല. വീണ്ടും എല്ലാവരും പെട്ടു. എന്നിട്ട് ജയയുടെ ഒരു മാസ് ഡയലോഗ് ഉണ്ട്, അല്ല എന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള വോട്ടിംഗ് അല്ലേ നടക്കുന്നത്, അത് ഒഴിവാക്കണ്ട, തുടങ്ങിക്കോളൂ പറയും. നോക്കുമ്പോൾ ആരും കൈപോക്കുന്നില്ല. അപ്പോൾ ജയ ഇങ്ങനെ പതുക്കെ ആരും ഇല്ലേ എന്ന് ചോദിച്ചിട്ട് പറയും, പക്ഷേ ഞാൻ നിങ്ങളെയൊക്കെ പുറത്താക്കുന്നു എന്ന് പറയും. വാവ്, അതൊരു ഉഗ്രൻ സീനാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആകെ ആർഗ്യുമെൻ്റ് തുടങ്ങും. അവർ പറയും, പിന്നെ ഒരു പാട്ടിൻ്റെ കോപ്പിറൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിനക്ക് ഞങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിക്കരുത് പറയും. ആ ലേഡി പറയും, ഒരു പാട്ടല്ലേ ഉള്ളൂ, അതല്ലാതെ ഈ ഡ്രീമിൻ്റെ CEO എന്നല്ലല്ലോ പറയും. അപ്പോഴത്തേക്കും നമ്മുടെ സണ്ണ് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര പ്രൗഡായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ പറയും, അതെ ഞാൻ തന്നെയാണ് ഇതിൻ്റെ CEO എന്ന് പറയും. ഇതിൻ്റെ ഷെയറിൽ എനിക്ക് 10% ഉള്ളൂ, പക്ഷേ ഇതിൻ്റെ ബാക്കി ഷെയർ 51% എൻ്റെ അമ്മയുടേതാണ്, അത് മിസ് പവിനി. അങ്ങനെ എൻ്റെ ടോട്ടൽ ഷെയർ 61% എന്ന് പറയുമ്പോഴത്തേക്കും കോങ്കിയൊക്കെ ആകെ ഞെട്ടും. പവനിയുടെ മകനോ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പവനിയുടെ മകനോ? അപ്പോൾ സോങ് പോളിൽ ഇതറിയാം, പക്ഷേ സോങ് പോൾ പറയും, ഓ നീ ആരുടെ മകനാണെങ്കിലും കാര്യമൊന്നുമില്ല, ഈ ബാക്കി ഷെയർ കംപ്ലീറ്റ് കോങ്കിയാക്കിൻ്റെ അടുത്ത് കൊടുത്തിരിക്കുകയാണ് നിൻ്റെ അമ്മ എന്ന് പറയും. അപ്പോൾ വീണ്ടും നമ്മുടെ ഡയറക്ടർ ചിരിക്കും. അപ്പോൾ ആർദർ പറയും, അത് ഒരു തെറ്റായ തീരുമാനമായിരുന്നു, അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ കോങ്കിയാറ്റിന് മെയിൽ അയച്ചിരുന്നു. അതായത് കോങ്കിയാറ്റ് ഈ പറയുന്ന ഷെയറുകൾ കൊടുത്തതിനുള്ള യാതൊരുവിധ റിട്ടേണും പവനിക്ക് കൊടുത്തിട്ടില്ല. അങ്ങനെ പവനിനെ ഭയങ്കര സ്ട്രെസ്ഫുള്ളാക്കി. അങ്ങനെ പവനി അന്ന് രാത്രി മെയിൽ അയച്ചിട്ടുണ്ട്. അതായത് ഈ പറയുന്ന എല്ലാ ഷെയറുകളും പവനി തിരിച്ചെടുത്തതായിട്ടും മരിക്കുന്നതിന് മുമ്പ് ഒരു വില്ല് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകം പറയുന്നുണ്ട് നമ്മുടെ ആർദർ അല്ലെങ്കിൽ ജയ് ആണ് ഈ ഡ്രീമിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നുള്ളത്. അപ്പോൾ ഇവനെ പറ്റിച്ചിട്ടാണ് ഈ കോങ്കിയാറ്റ് ഇതും കൊണ്ട് നടന്നിരുന്നത്. അപ്പോൾ എന്നിട്ട് ഡയറക്ടർ ആർദർ പറയും, അങ്കിളുടെ വിറ്റ്നസ്സിലാണെന്ന് പറയും. അപ്പോൾ അങ്കിൾ എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന ബോഡിയിലത്തെ ഒരാൾ തന്നെയാണ് ഇവൻ ഇത്രയും നാളെ ഹെൽപ്പ് ചെയ്തിരുന്നത്. അങ്ങനെ ഇത് ഉറപ്പാക്കുന്ന ഒരു ബില്ല് കംപ്ലീറ്റ് അവിടെ എല്ലാവർക്കും പാസ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാവരും അത് വായിച്ച് ഞെട്ടാണ്. കാരണം ഫൈനലി ഇതിൻ്റെ മേജർ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ജയ് ആണ്, ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആവുന്നതും ജയ് തന്നെയാണ്. അങ്ങനെ എല്ലാവരും ഇത് വായിച്ച് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സണ്ണാണെങ്കിൽ ഭയങ്കര പ്രൗഡായിട്ടിരിക്കുകയാണ്. ദെൻ നമ്മുടെ സോങ് പോൾ പോരുമ്പോഴത്തേക്കും ജയ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോങ് പോൾ പറയണത് ഇതൊന്നും ഇവിടെ അവസാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ജയ് പറയാണ്, തീർച്ചയായിട്ടും, പക്ഷെ നിങ്ങൾക്ക് എന്തോ ഹാർട്ടിന് പ്രശ്നമല്ലേ, ഒന്ന് സൂക്ഷിച്ചോളൂ എന്ത് ചെയ്യുമ്പോഴെന്ന് പറയും ഭയങ്കര കളിയാക്കിയിട്ട്. പക്ഷേ നമ്മുടെ ജയയുടെ മുഖം ഭയങ്കര ഭീകരമായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. കോങ്കിയായിട്ടാണെങ്കിൽ വേഗം കാറിൽ കയറി പോകുന്നുണ്ട്. അപ്പോൾ ഫോണിൽ വിളിച്ചിട്ട് സോങ് പോൾ പറയുന്നുണ്ട്, നീ ഇവിടുന്ന് വേഗം മാറി നിൽക്ക്, അതിനുള്ള എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എയർപോർട്ടിലേക്ക് കാറ് പോവുകയാണ്. പിന്നെ കാണുന്നത് ഈ രാത്രി പെട്ടെന്ന് നമ്മുടെ സണ്ണ് ഇങ്ങനെ പെട്ടെന്ന് വേദനിക്കുമ്പോൾ എഴുന്നേൽക്കുകയാണ്. നോക്കുമ്പോൾ ജയ് അടുത്ത് കിടക്കുന്നുണ്ട്. അപ്പം ജയുടെ കൈ തട്ടിയിട്ട് അവൻ്റെ മുറിവ് വേദനിക്കുകയാണ്. അപ്പോൾ അവിടെയും ഭയങ്കര റൊമാൻസാണ് കേട്ടോ. അപ്പോൾ സൺ ചോദിക്കുന്നുണ്ട്, നീ എന്താ ചെയ്യുന്നത്, എനിക്ക് വേദനിച്ചിട്ട് വയ്യാന്ന് പറയും. അപ്പോഴത്തേക്കും ജയ് സണ്ണിനെ ശരിക്ക് ഇരുത്തും. എന്നിട്ട് ജയ പറയും, എന്തേ ഇനി കത്തിയൊന്നും എടുക്കുന്നില്ലേ ചോദിക്കും. എന്നിട്ട് സണ്ണിനെ കളിയാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ജയ പറയണം, എന്തൊക്കെ പ്രതീക്ഷയിലാണ് ഞാൻ വന്നത്, എനിക്ക് നിന്നെ എന്തൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഒന്നും പറ്റുന്നില്ല പറയും. അപ്പോൾ നമ്മുടെ സണ്ണും ഞാനും അതെ, പക്ഷെ എന്താ ചെയ്യുക ചോദിക്കും. അപ്പോൾ ജയ് ചോദിക്കും. അപ്പോൾ സൺ പറയും, എനിക്കും ആഗ്രഹമുണ്ട് നിന്നെ കെട്ടിപ്പിടിക്കാൻ, പക്ഷെ എന്താ ചെയ്യാൻ ചോദിക്കും. എന്നിട്ട് പതുക്കെ നമ്മുടെ സണ്ണിങ്ങനെ അവനെ കിസ് ചെയ്യും. ആക്ച്വലി ഇത് ഭയങ്കര ഫസ്റ്റ് ടൈമാണ് കേട്ടോ. കാരണം സൺ ഒരിക്കലും ജയനോടുള്ള ആ ഒരു റൊമാൻസ് കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ഒരു നല്ല സ്വീറ്റ് റൊമാൻറ്റിക് സീനോട് കൂടിയിട്ടാണ് അത് അവസാനിക്കുന്നത്. ജയ് പറയും, ഇനിയെങ്കിലും ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ നീ ഫോൺ എടുക്കുകയെന്ന് പറയും. അപ്പോൾ ഇവൻ പറയും, നോക്കട്ടെ തിരക്കല്ലെങ്കിൽ എടുക്കാമെന്ന് പറയുമ്പോഴത്തേക്കും ജയ് വേഗം എൻ്റെ മുറിവിൽ ഒരൊറ്റ അമർത്തും. അപ്പോൾ സൺ പറയും, ഓ ഞാൻ എടുത്തോളാം, ഞാൻ ഇപ്പം കൂടി എടുത്തില്ലേന്ന് ചോദിക്കും. അങ്ങനെ വീണ്ടും നമ്മളപ്പോൾ ജയ് ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കും. അതായത് സണ്ണിനെ ഒന്ന് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ മുറിവ് കാണുമ്പോൾ സണ്ണ് വിഷമിക്കുമല്ലോ. എന്നിട്ട് പറയും, എൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കരുത് പറഞ്ഞിട്ട് വീണ്ടും ജയ് സണ്ണിനെ കിസ് ചെയ്യും. ഓഹ് ഭയങ്കര സീനാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ കാണുന്നത് കോങ്കിയായിട്ട് കാറിലെ ഉറക്കത്തിന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പറയണേ, നമ്മളിത് എവിടെ എത്തി, ഇതെന്താ ചോദിക്കും. അപ്പോൾ ഡ്രൈവർ പറയും, ഇല്ല ഉറങ്ങുമായിരുന്നല്ലോ, അപ്പോൾ എഴുന്നേറ്റിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പറയും. അപ്പോൾ എന്ത് ചോദിക്കും. നോക്കും, അതേ ആ ഡ്രൈവർ നമ്മുടെ ജയുടെ ആളായിരിക്കണം. അപ്പോൾ ഒറ്റ വെടിയിൽ നമ്മുടെ കോങ്കിയാറ്റിനെ അവസാനിപ്പിക്കുകയാണ്.
അങ്ങനെ ആദ്യത്തെ വില്ലൻ വീണു. ഇനിയിപ്പോൾ രണ്ടാമത്തെ വില്ലൻ ദേ സോങ് പോൾ. അവൻ്റെ അവിടേക്ക് നമ്മുടെ ടുവോനെ കൊണ്ടുവരികയാണ്. ടുവോനെ ഒരു വേഷം കിട്ടിയിട്ടൊക്കെ. എന്നിട്ട് അയാൾ അവനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിന്നെ ഞാൻ ആദ്യം തൊട്ടിട്ടേ നോക്കി വെച്ചതാണ്, ഇനി നിന്നെ ഇന്ന് ഞാൻ ലാസ്റ്റ് ദിവസമാണ് നിൻ്റേന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് ആവശ്യമില്ലാത്തൊക്കെ ചെയ്യിക്കാൻ നോക്കുകയാണ്. അവനാണെങ്കിൽ സോങ് പോളിനെതിരെ നിൽക്കുമ്പോഴത്തേക്കും സോങ് പോൾ അവൻ്റെ തലയ്ക്കടിച്ച് വീഴ്ത്തുന്നുണ്ട്. എന്നിട്ട് ഒരു ഇലക്ട്രിക് മെഷീൻ കൊണ്ട് അവനെ ദ്രോഹിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പോലീസുകാർ വരികയാണ്. അപ്പോൾ അയാൾ ചോദിക്കും, നിങ്ങൾ എങ്ങനെ ഇവിടേക്ക് കയറി എന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേക്കും പോലീസുകാർ വേഗം ടുവോനെ രക്ഷിച്ചിട്ട് നമ്മുടെ സോങ് പോളിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും സോങ് പോളിൻ്റെ കയ്യിലിരിക്കുന്ന അതേ മെഷീൻ ഉപയോഗിച്ചിട്ട് അവൻ്റെ നെഞ്ചിൽ പെട്ടെന്ന് അതേക്കും. നോക്കുമ്പോൾ ഓൾറെഡി ഹാർട്ടിന് പ്രശ്നമുള്ള ആളാണല്ലോ. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ സോങ് പോൾ നിലത്ത് വീഴാണ്. അതോടുകൂടി അയാൾ മരിക്കുകയാണ്. അങ്ങനെ രണ്ടാമത്തെ വില്ലനെ വീഴും. ആക്ച്വലി വില്ലന്മാർ പെട്ടെന്ന് വീണ പോലെ എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ ടുവോനെ പോലീസുകാർ രക്ഷിച്ചിട്ട് പറയും, ഈ വീഡിയോയിൽ കാണുന്ന ആൾ നിങ്ങൾ തന്നെയല്ലേ ചോദിക്കും. അപ്പോൾ ആക്ച്വലി ഈ വീഡിയോയും ലൊക്കേഷനും ഒക്കെ അയച്ചു കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആരാണ്, സണ്ണാണ് പോലീസുകാർക്ക്. അപ്പോൾ ആ ഒരൊറ്റ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് പോലീസുകാർ ടുവോനെ രക്ഷപ്പെടുത്താൻ വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ഹോസ്പിറ്റലിൽ സണ്ണ് നടന്നു വരികയാണ് ജ്യൂസൊക്കെ കുടിച്ചിട്ട്. നോക്കുമ്പോഴത്തേക്കും അവിടെ ആരും അവനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സണ്ണി വെയിറ്റ് ചെയ്തിട്ട് കാശ് എടുത്ത് വലിച്ചെറിയാണ്. ദേ നിൻ്റെ കാശ് കിടക്കുന്നു, അന്ന് ഞാൻ എടുത്ത കാശ്, ഇനി ഇതും പറഞ്ഞിട്ട് എന്നെ ദ്രോഹിക്കാൻ വരരുതെന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ സണ്ണി കംപ്ലീറ്റ് ബാങ്ക്രപ്റ്റ് ആയിട്ടുണ്ട്. കാരണം സോങ് പോളും മരിച്ചു. പിന്നെ ഓൾറെഡി സോങ് പോളിൻ്റെ കയ്യിൽ നിന്ന് കാശൊന്നും കിട്ടാത്തതുകൊണ്ട് സണ്ണി കഷ്ടപ്പാടിലാണ്. മെമ്മറീസ് ആണെങ്കിൽ നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോഴത്തേക്കും നമ്മുടെ സണ്ണിനോട് പറയാണ്, നീ ചെയ്ത തെറ്റിന് ഞാൻ എന്ത് ചെയ്തു, നീ തന്നെയാണ് നിൻ്റെ ബ്രദറിനെയും അമ്മേനെയും കൊന്നത്, അതിന് എന്നെ നീ ഇതാക്കിയിട്ട് കാര്യമില്ല, എൻ്റെ പിന്നാലെയും വരരുതെന്ന് പറയും. അപ്പോഴത്തേക്കും സൺ പറയും, ഇല്ല, നീ ചെയ്തതിനുള്ള നീ അനുഭവിക്കണം, നീയാണ് ഈ ഇത്രയും തെറ്റുകൾ ചെയ്തത്. അപ്പോൾ വീണ്ടും അങ്ങനെ ഭയങ്കര ആർഗ്യുമെൻറ്റ്സിൽ വരും. എന്നിട്ട് ലാസ്റ്റ് സണ്ണി പറയും, നോക്കിക്കോ, നീ എനിക്ക് നഷ്ടപ്പെടുത്തിയ എല്ലാം ഞാൻ നിൻ്റെ നിന്ന് വാങ്ങിക്കും, ഡയറക്ടർ ആർതർ അടക്കം എന്ന് പറയും. അപ്പോഴത്തേക്കും ഡയറക്ടർ ആർതർ അങ്ങോട്ട് വരും. എന്നിട്ട് പറയും, എന്നെ വിളിച്ചോ ചോദിക്കും. അപ്പോൾ സണ്ണി ഭയങ്കര സ്വീറ്റായിട്ട്, ഓ നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആദർ പറയും, തീർച്ചയായിട്ടും, എനിക്ക് പക്ഷെ നിന്നെ കാണേണ്ട കാര്യമില്ല, എനിക്ക് കാണേണ്ട ആൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പതുക്കെ നമ്മുടെ സണ്ണിനെ ചേർത്തിട്ട് കിസ് ചെയ്യും. അപ്പോൾ സണ്ണിക്ക് ഭയങ്കര ദേഷ്യം വരും. അപ്പോൾ ജയ ചോദിക്കും, എന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നത്, ഞങ്ങൾ സ്നേഹിക്കുന്നത് കാണാനാണോ, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറയും. അപ്പോൾ സണ്ണി ഭയങ്കര ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് പോകും കേട്ടോ. അങ്ങനെ സൺ ജയനോട് പറയും, ഞാനാണ് ഈ റിവെഞ്ച് തുടങ്ങി വെച്ചത്, പക്ഷെ അവസാനിപ്പിച്ചത് നീയാണെന്ന് പറയും. അപ്പോൾ ജയ് പറയും, നീ എന്താ പറയുന്നത്, അല്ലെങ്കിലും നീ തുടക്കം തൊട്ട് പ്ലാൻ ചെയ്തത് ഡയറക്ടർ ആർദ്രയെ യൂസ് ചെയ്തുകൊണ്ട് അവനെ തകർക്കാനല്ലേ ചോദിക്കും. അപ്പോൾ അവൻ പറയും, എന്തോ എനിക്ക് ഒരൊട്ടും സന്തോഷം തോന്നുന്നില്ല, ഞാൻ ആഗ്രഹിച്ച റിവെഞ്ച് കിട്ടിയിട്ടെന്ന് പറയും. എന്നിട്ട് പറയും, ഒരിക്കലും ഞാൻ നിന്നെ യൂസ് ചെയ്യാൻ വിചാരിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ ജയ് പറയും, പക്ഷെ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വിചാരിച്ചിരുന്നു, എന്തോ എനിക്ക് അത്ര അങ്ങോട്ട് സന്തോഷം തോന്നുന്നില്ല റിവെഞ്ചൊക്കെ നടത്തിയിട്ടെന്ന് പറയാണ്. അപ്പോൾ ആർതർ പറയാണ്, അത് കുഴപ്പമില്ല, എന്തായാലും ഞാൻ നിന്നെ സഹായിക്കാൻ വിചാരിച്ചിരുന്നു, കാരണം എൻ്റെ ലൈഫിൽ സന്തോഷം കൊണ്ടുവന്നത് നീയാണ്, അതും ടു ബഹത്വമായിട്ടെന്ന് പറയും. അങ്ങനെ ഭയങ്കര സ്വീറ്റായിട്ട് ഒരു റൊമാൻസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഈ സീന് ശരിക്കും. ൻ്റെ സ്ക്രീനിങ് ഓഡിഷൻ ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ പരിപാടി തുടങ്ങുകയാണ്. അപ്പോൾ സ്കൈയും ബാക്കിയുള്ളവരൊക്കെ അവിടേക്ക് വരുന്നുണ്ട്. ഡയറക്ടർ ആർദ്ർ വരുന്നുണ്ട്. എന്നിട്ട് ആർദ്ർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മീഡിയനോട്. അപ്പോൾ ഈ സമയത്തൊക്കെ സണ്ണ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ക്യാച്ചോണ്ടാണെങ്കിൽ ഓടിക്കരച്ച് വരുന്നുണ്ട്. അങ്ങനെ അവിടെ സമ്മേളനത്തിൽ എല്ലാവരും ഭയങ്കര ടോക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആർദ്ർ. അപ്പം നമ്മുടെ ക്യാച്ചോൺ ചോദിക്കുന്നുണ്ട്, എന്തായാലും എൻ്റെ ഓഡീഷൻ നിനക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയും, ഓ തമാശയായിരുന്നു, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയും. അതായത് സണ്ണിന് അങ്ങനെ അഭിനയിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല, അവൻ റിവെഞ്ചിന് വേണ്ടി മാത്രം വന്നവനാണ്. അങ്ങനെ നമ്മുടെ ആർദ്റാണെങ്കിലോ ഈ സംസാരിക്കുന്ന നേരം മുഴുവൻ സണ്ണിനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സണ്ണാണെങ്കിൽ അങ്ങോട്ടേക്ക് നോക്കുമെന്ന് പറഞ്ഞിട്ട് ആർദ്റിനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ സ്കൈ ആണെങ്കിലും കുറേ സംസാരിക്കുന്നുണ്ട്, എല്ലാവരോടും താങ്ക്സ് പറയുന്നുണ്ട്. അങ്ങനെ ഫൈനലി ക്യാജോണും സ്കൈയും കൂടി സണ്ണും കൂടി സ്കൈയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വരികയാണ്. പെട്ടെന്ന് ക്യാമറ കൊടുക്കുമ്പോൾ ക്യാമറ ആരാ വാങ്ങിക്കുന്നതെന്നറിയോ, നമ്മുടെ ഫാക്കിൻ. അപ്പോഴത്തേക്കും കാജോണും ഞെട്ടിട്ടു. അപ്പോൾ സ്കൈ പറയും, ഫാക്കിൻ നീ വന്നോ എന്ന് ചോദിക്കും. അങ്ങനെ ഫാക്കിൻ അവരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുകയാണ്. ഈ സമയത്തുള്ള അവരുടെ സംസാരത്തിൽ നിന്നാണ് നമ്മുടെ കാജോൺ മനസ്സിലാക്കുന്നത് ഫാക്കിൻ നമ്മുടെ സണ്ണിൻ്റെ ന്യൂഡ് ഫോട്ടോ സെഷൻ എടുത്തു എന്നുള്ളത്. അപ്പോൾ കാജോൺ ഞെട്ടുന്നുണ്ട്, ഇതൊക്കെ എപ്പോൾ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഭയങ്കര തമാശയായിട്ട് ആ സീൻ പോവാണ് കേട്ടോ. ഈ സമയത്ത് അതിൻ്റെ ലേഡി ഡയറക്ടർ വരുന്നുണ്ട്. എന്നിട്ട് സണ്ണിനോട് പറയാണ്, ഞാനൊരു ഷോർട്ട് സീരീസ് തുടങ്ങുന്നുണ്ട്, അപ്പോൾ അതിൽ സപ്പോർട്ടിങ് റോളിൽ ഞാൻ സണ്ണിനെയാണ് വെക്കുന്നതെന്ന് പറയും. കറക്റ്റ് നിനക്ക് പറ്റിയ റോളാന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും കാജോണിനും സ്കൈക്കും ഒക്കെ ഭയങ്കര സന്തോഷമാവും, സണ്ണിനും ഭയങ്കര സന്തോഷമാവും.
ഇതിൻ്റെ ഇടയ്ക്ക് ടുവോ വന്നിട്ട് നമ്മുടെ സണ്ണിനോട് താങ്ക്സൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയാം പോലീസുകാർക്ക് ലൊക്കേഷൻ അയച്ചു കൊടുത്തൊക്കെ നീയാണെന്ന് എനിക്കറിയാം. ഭയങ്കര സന്തോഷം. പിന്നെ വേവിൻ്റെ കാര്യമൊക്കെ ഭയങ്കര കഷ്ടമാണ്. കാരണം വേവ് ഭയങ്കര ഓവർ ഡോസ് എടുത്തിട്ട് അവൻ ഭയങ്കര പ്രശ്നത്തിലായി എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ കംപ്ലീറ്റ് മനസ്സിലാക്കേണ്ടത് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ഭയങ്കര പ്രശ്നമായിട്ടുള്ള ഒന്നാണെന്ന് കാണിക്കുകയാണ്. എന്നിട്ട് ടുവോ പറയുകയാണ് എനിക്കിനി റിവെഞ്ച് ഒന്നുമില്ല, ഞാനിനി പോവുകയാണ്, എനിക്കിനി ഇതിൽ യാതൊന്നും ചെയ്യാനില്ല, നന്നായി ജീവിക്കണം, എനിക്ക് അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ ടുവോ ഇൻഡസ്ട്രി വിട്ടിട്ട് പോവുകയാണ്. അങ്ങനെ ഈ സന്തോഷം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കാജോണും സ്കൈയും സണ്ണൊക്കെ കൂടിയിട്ട് പാർട്ടി നടത്തുവാണ്. അപ്പോൾ ആ സമയത്തേക്കും ഫാൻസൊക്കെ വന്ന് സ്കൈയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ദെൻ നമ്മുടെ സണ്ണിനൊരു ഫോൺ വരുവാണ്. അപ്പം നോക്കുമ്പോൾ സിയാപ്പോയാണ്, അതായത് ആ ലോൺ ഷാർക്ക്. അപ്പോൾ അയാൾ വിളിച്ചിട്ട് പറയാണ്, നീ നീ പറഞ്ഞിട്ടുള്ള അയാളുണ്ടല്ലോ, അവനെനിക്ക് കാശൊന്നും തിരിച്ച് തന്നിട്ടില്ല, അവന് തരാനും പറ്റില്ല അത്രേ, പകരം അവനൊരു കാര്യം ചെയ്യാമെന്നാണ് പറയണത്, നീ വേണമെങ്കിൽ കണ്ടോ എന്ന് പറയും. അപ്പോൾ ആരുടെ കാര്യം എന്നറിയോ? സണ്ണി കാശ് വാങ്ങിച്ചത് മുഴുവൻ ഈ ലോൺ ഷാർക്കിൻ്റേതാണ്. ആക്ച്വലി അത് സൺ ഒപ്പിച്ച പണിയാണ്. കാരണം ഈ ലോൺ ഷാർക്കിനെ ഇവനെ കണക്ട് ചെയ്യിപ്പിച്ചത് അവനാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഫൈനലി ഇപ്പോൾ കാശ് അടയ്ക്കാനൊന്നും അവന് പറ്റുന്നില്ല. അപ്പോൾ അവൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്നറിയോ? പക്ഷെ എനിക്കത് കണ്ടപ്പോൾ എന്തോ വിഷമം തോന്നിയിട്ടോ. അതായത് ഓൺലൈനിൽ ഭയങ്കര സെഡ്യൂസ് ചെയ്യുന്ന രീതിക്ക് എല്ലാവരുടെയും മുമ്പിൽ വീഡിയോ നടത്തുകയാണ്. അപ്പോൾ അതിലൂടെ കിട്ടുന്ന കാശ് കൊണ്ട് വേണം ഇനി അവന് ജീവിക്കണമെങ്കിൽ, അവൻ്റെ ലോൺ അടച്ചു തീർക്കണമെങ്കിൽ. അപ്പം ഇത് നമ്മുടെ സണ്ണ് വീഡിയോ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ സൺ മനസ്സിൽ വിചാരിക്കുകയാണ്, 5 വർഷം മുമ്പ് ഞാൻ എത്രയോ മനസ്സിലാക്കാൻ ശ്രമിച്ചു അവനെ, പക്ഷേ എന്നിട്ടും ഇപ്പോഴും എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ ബാങ്ക് എന്ന് പറയുന്ന പേര് വരുന്നതെന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ ഇതേ സമയത്ത് സണ്ണിയാണെങ്കിൽ ലോൺ ഷാർക്കിൻ്റെ അടുത്ത് അവർ പറഞ്ഞ പോലെയൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും വളരെ മോശമായ രീതിക്ക്. കാരണം അവന് കാശ് തിരിച്ചു കൊടുക്കാനില്ല, പകരം അവനാകെ ചെയ്യാൻ പറ്റുന്നത് ഇത്തരം വീഡിയോസിലൂടെ അവർക്ക് കാശുണ്ടാക്കി കൊടുക്കലാണ് കേട്ടോ. കാണുമ്പോൾ എന്തോ ഒരു വിഷമം എനിക്ക് തോന്നി സത്യമായിട്ടും. അങ്ങനെ സൺ ഓരോന്ന് ആലോചിച്ചിട്ട് റൂഫ് ടോപ്പിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ജയുടെ സൗണ്ട്. എന്താ നിനക്ക് ചാടാൻ ഉദ്ദേശമുണ്ടോ ചോദിക്കും. അപ്പോൾ സണ്ണ് നോക്കും. അപ്പോൾ ജയ് പറയും, ഉണ്ടെങ്കിൽ നീ പറഞ്ഞാൽ മതി, ഞാൻ നിന്നെ തള്ളിയിടാന്ന് പറയും. അപ്പോൾ സൺ പറയും, ഓ എനിക്ക് അങ്ങനെ ഒരു പ്ലാനും ഇല്ല, ഇനി നീ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ആദ്യം ഞാൻ നിന്നെ തട്ടിയിടുന്നു പറയും. അപ്പോഴത്തേക്കും ജയ് ചിരിക്കും കേട്ടോ. എന്നിട്ട് സൺ പറയും, അപ്പോൾ പിന്നെ എനിക്ക് ഫ്രീ ആവാലോ പറയും. അപ്പോൾ ജയ് പറയും, ഓ നിനക്ക് മനസ്സിലായി, നിൻ്റെ ഫ്രീഡം എന്ന് പറയുന്നത് ഇപ്പം ഇല്ലാതെ ആയിട്ടുണ്ടെങ്കിൽ അത് നീ എൻ്റെ ആയതുകൊണ്ട് മാത്രമാണെന്ന് പറയും. ജയ് എന്നിട്ട് ചോദിക്കും, വിയന്നയുടെ ക്യാപിറ്റൽ ഏതാ ചോദിക്കും. അപ്പോൾ ഇവൻ പറയും, ഓ ഇത് നീ എന്നോട് മുമ്പ് ചോദിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് അവന് ഉത്തരം കൊടുക്കും. അപ്പോൾ ജയ് പറയും, നമ്മൾ അടുത്ത ആഴ്ച അവിടേക്ക് പോവാണ്. അപ്പോൾ ജയ് പറയും, തീർച്ചയായിട്ടും ഇത് നിൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പല്ലേ, പേടിക്കണ്ട, ഇത് നിൻ്റെ ലാസ്റ്റ് ആയിരിക്കില്ല, ഇന്ന് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയും. എന്നിട്ട് ജയ് സ്മോക്ക് ചെയ്യണോ ചോദിച്ചിട്ട് ഇങ്ങനെ നീട്ടും. നോക്കുമ്പോൾ എന്താ അതിലൊന്നും സിഗരറ്റ് അല്ല കേട്ടോ, കടലാസുകൾ ചുരുട്ടി വെച്ചിരിക്കുന്നതാ. അപ്പോൾ ഇവൻ പറയും, നീ അപ്പോൾ സ്മോക്കിംഗ് നിർത്തിയോ, ഞാൻ അറിഞ്ഞില്ലല്ലോ പറയുമ്പോൾ ഇവൻ പറയും, എന്ത് ചെയ്യാനാ, നീ സ്മോക്കിംഗ് നിർത്തിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പിന്നെ സ്മോക്ക് ചെയ്യാൻ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാനും നിർത്തിയെന്ന് പറയും ജയ്. ഓഹ് ഭയങ്കര സ്വീറ്റ്. അപ്പോൾ സൺ വീണ്ടും കളിയാക്കും, ഒരു കാര്യം ചെയ്യ്, വേറെ എവിടെയെങ്കിലും ചെന്ന് നിന്നിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു ടൂബഹത്തിന് സിഗരറ്റ് കൊടുക്കുക എന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ജയ്, ദേ നീ മാത്രമേ എനിക്ക് വേണ്ടൂ എന്ന് പറയും. അതായത് ഇനിയൊരു ടൂബഹത്ത് ആവശ്യമില്ല എന്ന് പറയും. അപ്പോൾ തിരിച്ച് നമ്മുടെ സൺ പറയും, അങ്ങനെയാണെങ്കിൽ നീയാണ് എൻ്റെ ഡമ്മി, എന്നും നീ തന്നെയായിരിക്കും എൻ്റെ ഡമ്മി, എനിക്കിനി വേറൊരാളും വേണ്ടാന്ന് പറയും. ഓ അങ്ങനെ രണ്ടുപേരും കൂടി കൺഫ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഈശ്വര എനിക്കിതൊന്നും പറയാൻ കൂടി എനിക്ക് പറ്റുന്നില്ല, അത്രയും സ്വീറ്റ് ക്യാൻഡി പോലെ തോന്നുകയാണ്. അങ്ങനെ അതും പറഞ്ഞിട്ട് സണ്ണ് പോവാൻ നോക്കുകയാണ്. പക്ഷേ പോവാൻ പറ്റുന്നില്ല. തിരിച്ച് ഓടി വന്നിട്ട് ജയനെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യും. സണ്ണ് കംപ്ലീറ്റ് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അങ്ങനെ ഭയങ്കര സ്വീറ്റായിട്ടുള്ള ഒരു കിസ്സിങ്ങിലൂടെ നമ്മുടെ പേ ബാക്ക് സീരീസ് അവസാനിക്കുകയാണ്. അങ്ങനെ എല്ലാ റിവെഞ്ചും അവസാനിച്ചു. ഭയങ്കര ഹാപ്പി ആയിട്ട് പേ ബാക്കും അവസാനിച്ചു. സോ താങ്ക് യു. ഇത്രയും എപ്പിസോഡിൽ എൻ്റെ കൂടെ നിന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ നന്ദിയും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സീരീസിൻ്റെ വോയിസ് ഓവർ നിർത്തുന്നു. താങ്ക് യു.